ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി ഷഫീദ് റാവുത്തർ കൂടി ചേരുകയാണ്. ഷഫീദ്, ഈ കേസിലെ ഏറ്റവും നിർണായകമായ ഒരു സംഭവമായിരുന്നു മുരാരി ബാബുവിൻ്റെ അറസ്റ്റ്. മാത്രമല്ല, അതിൻ്റെ ഏറ്റവും പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നത് ദേവസ്വം ബോർഡിലെ ഒരു ഉദ്യോഗസ്ഥൻ, ഉന്നത ഉദ്യോഗസ്ഥൻ കൂടിയാണ് മുരാരി ബാബു. മുരാരി ബാബുവിന് ഇതിൻ്റെ തുടക്കം മുതലുള്ള കാര്യങ്ങൾ അറിയാവുന്നയാളാണ്. അങ്ങനെയുള്ള മുരാരി ബാബുവിന് ഈ സ്വർണ്ണ കൊള്ളയിൽ നിർണായകമായ പങ്കുണ്ടെന്നാണ് അന്വേഷണ സംഘം കരുതിയിട്ടുള്ളത്. ആ നിലയിൽ മുരാരി ബാബുവിൻ്റെ അറസ്റ്റും അതിനെ തുടർന്ന് ഇപ്പോൾ കോടതി 2 ആഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ ഇനിയും പുറത്തു വരേണ്ടതില്ലേ ഷഫീദ്? ദിലീപ് കുമാർ, ഉറപ്പായിട്ടും. കാരണം മുരാരി ബാബു ഈ ഉദ്യോഗസ്ഥ ഗൂഢാലോചനയിൽ അവരുടെ ആദ്യഘട്ടം, അന്വേഷണ സംഘത്തിന്റെ ആദ്യഘട്ടത്തെ അറസ്റ്റാണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. മാത്രവുമല്ല, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുരാരി ബാബുവിനെ മണിക്കൂറുകൾ നീണ്ട സമയത്ത് ചോദ്യം ചെയ്തു എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇന്നിപ്പോൾ അദ്ദേഹത്തിന്റെ കസ്റ്റഡി അപേക്ഷ അത് കോടതിയിൽ അന്വേഷണ സംഘം ആവശ്യപ്പെടാത്തതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി മാനിക്കുന്നു എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ കസ്റ്റഡി എടുക്കുന്ന സമയത്തും തനിക്ക് ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ട് എന്നുള്ള കാര്യം മുരാരി ബാബു അന്വേഷണ സംഘത്തെ അറിയിച്ചിരുന്നു. അതിനുശേഷം താൻ സഹകരിക്കാമെന്നും എന്നാൽ കസ്റ്റഡി അപേക്ഷയുടെ കാര്യത്തിലടക്കം കുറച്ച് വിട്ടുവീഴ്ച നടത്തണമെന്നൊക്കെ മുരാരി ബാബു അഭിഭാഷകൻ വഴിയൊക്കെ സമീപിച്ചു എന്നൊക്കെ തരത്തിലുള്ള സൂചനകൾ പുറത്തു വന്നിരുന്നു. ഏതായാലും ഇന്ന് റാന്നി കോടതിയിൽ അദ്ദേഹത്തെ ഹാജരാക്കുന്ന ഘട്ടത്തിൽ അന്വേഷണ സംഘം കസ്റ്റഡി ആവശ്യപ്പെട്ടിട്ടില്ല എന്നുള്ളത് അതിൽ പ്രധാനപ്പെട്ട ഒരു നീക്കമായി കൂടി നമുക്ക് അതിനെ കാണാൻ കഴിയും. അതായത് മുരാരി ബാബുവിൽ നിന്ന് പരമാവധി വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. ഇന്ന് ഈ SITയുടെ മേൽനോട്ട ചുമതലയുള്ള ADGP H വെങ്കടേഷ് ഉൾപ്പെടെ നേരിട്ടെത്തിയാണ് മുരാരി ബാബുവിനെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്തത്. അപ്പോൾ ഈ ഉദ്യോഗസ്ഥ ഗൂഢാലോചന സംബന്ധിച്ചപ്പോൾ പരമാവധി വിവരങ്ങൾ അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ദേവസ്വം വിജിലൻസിൽ നിന്ന് രേഖകൾ ഉൾപ്പെടെ ശേഖരിച്ചപ്പോൾ തന്നെ മുരാരി ബാബു നടത്തിയിട്ടുള്ള ഇടപെടലുകൾ സംബന്ധിച്ച് കൃത്യമായ ധാരണകൾ, കൃത്യമായ വിവരങ്ങൾ, കൃത്യമായ സ്ഥിരീകരണം അത് അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ കസ്റ്റഡി റിമാൻഡിലേക്ക് പോയാൽ പോലും ഒരുപക്ഷെ അടുത്ത ഘട്ടം, തൊട്ടടുത്ത ദിവസം തന്നെ മുരാരി ബാബുവിന്റെ ആരോഗ്യസ്ഥിതി മാനിച്ചുകൊണ്ട് വീണ്ടും കസ്റ്റഡി അപേക്ഷ നൽകാനുള്ള നീക്കം അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. അത്രയും സമയം മറ്റു ചില നടപടിക്രമങ്ങൾ അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് പൂർത്തീകരിക്കാനുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മുരാരി ബാബു, ഉണ്ണികൃഷ്ണൻ പോറ്റി ഇനി ലിങ്ക് ചെയ്യുന്ന മറ്റു കുറച്ച് പേരുകളുണ്ട്. അത് സംസ്ഥാനത്തിന് പുറത്തുള്ളവരുണ്ട്. അത് നാഗേഷ്, കൽപേഷ്, ഈ സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരി ഉൾപ്പെടെയുള്ള ആളുകൾ, അവരിലേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിക്കണം. ഒരു ദിവസം ഒരുപക്ഷെ ഇങ്ങനെ ഒരു കസ്റ്റോഡിയൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ ഈ ഘട്ടത്തിൽ മുരാരി ബാബുവിന് വേണ്ടി അന്വേഷണ സംഘം കൊടുക്കാതിരിക്കുന്നതിന് മറ്റൊരു കാരണം കൂടി ഉണ്ടെന്ന് നമുക്ക് കരുതാം. നാളെയോ മറ്റന്നാളിലോ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഈ അന്വേഷണ സംഘം സംസ്ഥാനത്തിന് പുറത്തേക്ക് ബാംഗ്ലൂർ, ഹൈദരാബാദ്, ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് എന്നിവിടങ്ങളിലേക്ക് എത്തിച്ച് തെളിവെടുക്കാനുള്ള നീക്കങ്ങൾ അത് നടക്കും. അതിനുശേഷം ജയശ്രീ ഉൾപ്പെടെ പ്രതിപട്ടികയിലുള്ള മറ്റു ഉദ്യോഗസ്ഥരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്ന നടപടികളുണ്ട്. അതിലേക്ക് കൂടി SIT സംഘം കടക്കും. അതായത് ഒരേ സമയം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള തെളിവെടുപ്പടക്കമുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ മറുഭാഗത്ത് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം ഈ ഉദ്യോഗസ്ഥ ഗൂഢാലോചന, ശബരിമലയിൽ നിന്ന് നടന്ന മറ്റു കവർച്ചകളെ കുറിച്ചിട്ടുള്ള അന്വേഷണവും 2 സംഘങ്ങളിലായി അന്വേഷണ സംഘം നടത്തും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും മുരാരി ബാബുവിന്റെ കാര്യത്തിൽ ഇന്ന് മണിക്കൂറുകൾ അന്വേഷണ സംഘത്തിന് മുരാരി ബാബുവിനെ കസ്റ്റഡിയിൽ കിട്ടിയിട്ടുണ്ട്. പരമാവധി ചോദ്യം ചെയ്തവർ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുരാരി ബാബുവും തമ്മിൽ നടത്തിയ ഇടപാടുകൾ സംബന്ധിച്ച ചില വിവരങ്ങൾ ഇതിനോടകം SITക്ക് ലഭിച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഈ സ്വർണ്ണപ്പാളി അത് എവിടേക്ക് കൊണ്ടുപോയി, എങ്ങനെ ഇത് ക്രയവിക്രയം ചെയ്തു, ഇതിന്റെ പ്രതിഫലം എന്ത് എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ നിർണായക വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഇനി മുരാരി ബാബുവിന്റെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ കൂടി പരിശോധിക്കാനുള്ള നീക്കം അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകും. 2019 മുരാരി ബാബുവും ഉണ്ണികൃഷ്ണൻ പോറ്റിയും നടത്തിയിട്ടുള്ള കോൾ വിവരങ്ങൾ, അതായത് അവരുടെ ഫോൺ കോൾ വിവരങ്ങളും അന്വേഷണ സംഘം ശേഖരിക്കും. ഇതിനുവേണ്ടി ഈ 2 കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ആപ്ലിക്കേഷൻ ഇതിനോടകം തന്നെ കൊടുത്തിട്ടുണ്ട്. അതിന് മൂവ് നടത്തിയിട്ടുണ്ടെന്നുള്ള സൂചനകൾ SITയിൽ നിന്ന് പുറത്തു വരുന്നുണ്ട്. അപ്പോൾ വളരെ നിർണായകമായ നീക്കം നടത്തിക്കൊണ്ട് തന്നെയാണ് മുരാരി ബാബുവിന്റെ കസ്റ്റഡി അപേക്ഷ തൽക്കാലം വേണ്ട എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് SIT എത്തിച്ചേർന്നത്. ഏതായാലും നാളെ മുതൽ വീണ്ടും അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്ന് 2ാം ഘട്ടം എന്നോണം വളരെ പ്രധാനപ്പെട്ട നീക്കങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. ദിലീപ് കുമാർ. ഷഫീദ്, നമുക്കറിയാം ഈ സ്വർണ്ണക്കൊള്ള പുറത്തു വന്ന സമയത്ത് വലിയ ആത്മവിശ്വാസത്തിലായിരുന്നു മുരാരി ബാബു. തനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യം തന്നെയായിരുന്നു അന്ന് രേഖപ്പെടുത്തിയിരുന്നത്. ചെമ്പുപാളികളായിരുന്നു കൈമാറിയത് തുടങ്ങിയ കാര്യങ്ങളാണ് അന്ന് മുരാരി ബാബു പറഞ്ഞത്. പക്ഷേ അന്വേഷണ സംഘം പിന്നീട് ഇതിൽ കൃത്യമായ അട്ടിമറികൾ നടന്നിട്ടുണ്ട്, സ്വർണ്ണക്കൊള്ളയാണ് എന്ന നിലയിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തുന്നു. ഇന്നിപ്പോൾ കോടതിയിൽ കൊണ്ടുവന്നപ്പോൾ പ്രതികരിക്കാൻ പോലും മുരാരി ബാബു തയ്യാറായിരുന്നില്ല. കൂടുതൽ പ്രതികളിലേക്ക് ഈ അന്വേഷണം നീളില്ലേ? ഇനി നേരത്തെ ഷഫീദ് ചൂണ്ടിക്കാട്ടിയതുപോലെ ഇതിൻ്റെ പ്രധാനപ്പെട്ട മറ്റു ചിലർ കൂടി ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇനിയും അറസ്റ്റിനുള്ള നീക്കങ്ങളില്ലേ? അത്തരത്തിൽ ഇനി എന്താണ് ഇനി അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തു നിന്ന് തുടർന്ന് സ്വീകരിക്കാൻ പോകുന്ന കാര്യങ്ങൾ ഷഫീദ്?
ദിലീപ് കുമാർ, ഇക്കാര്യത്തിൽ മുരാരി ബാബുവിനെ കേന്ദ്രീകരിച്ച് 3 പ്രധാനപ്പെട്ട സംശയങ്ങളായിരുന്നു SIT അവർക്കുണ്ടായിരുന്നത്. അതിൽ ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷേപം 2019 മുരാരി ബാബുവിനെ ഇപ്പോൾ കോടതിക്ക് പുറത്തേക്ക് കൊണ്ടുവരികയാണ്. കൊട്ടാരക്കര ജയിലിലേക്കായിരിക്കും മുരാരി ബാബുവിനെ കൊണ്ടുപോകുന്നത്. 2 ആഴ്ചത്തേക്കാണ് മുരാരി ബാബുവിനെ റിമാൻഡ് ചെയ്തിട്ടുള്ളത്. ഇവിടെയും ഈ കോടതിക്ക് പുറത്തും ഇപ്പോൾ മുരാരി ബാബു മാധ്യമപ്രവർത്തകരോടൊന്നും പറയാൻ തയ്യാറായില്ല. നേരത്തെ വലിയ ആത്മവിശ്വാസത്തിലായിരുന്ന മുരാരി ബാബു ഇന്ന് കോടതിയിലേക്ക് പോലീസ് ഉദ്യോഗസ്ഥർ കൊണ്ടുപോകുമ്പോഴും തിരികെ ഇപ്പോൾ കൊട്ടാരക്കര ജയിലിലേക്ക് പോകുമ്പോഴും യാതൊരു പ്രതികരണത്തിനും തയ്യാറായിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. കോടതിയിൽ നിന്നും ഈ ശബരിമല സ്വർണ്ണ കൊള്ളക്കേസിലെ പ്രതി മുരാരി ബാബുവിനെ പോലീസ് പുറത്തേക്ക് കൊണ്ടുപോവുകയാണ്. പോലീസ് ജീപ്പിൽ ഇപ്പോൾ മുരാരി ബാബു കൊട്ടാരക്കര സബ് ജയിലിലേക്ക് പോവുകയാണ്. ഏതായാലും ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട നിർണായകമായ 2ാമത്തെ അറസ്റ്റാണ് മുരാരി ബാബുവിൻ്റേത്. നേരത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് അറസ്റ്റിലായിരുന്നത്. കൂടുതൽ കൂടുതൽ പ്രതികൾ ഇനി ഉണ്ടാകുമോ എന്നതൊക്കെ ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായി ഇനി അറിയാനിരിക്കുന്നതേ ഉള്ളൂ. പക്ഷേ കൂടുതൽ പേരിലേക്ക് ഈ അന്വേഷണം വരും ദിവസങ്ങളിൽ പോകും എന്ന കാര്യം ഉറപ്പാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.